അതോ മഹാനായ നമ്മുടെ നേതാവ് അഷ്റഫുൽ ബശർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മാതൃക കാണിച്ചിരുന്ന, അവിടുന്ന് പഠിപ്പിച്ചിരുന്നതോ ഏതാണ് നോക്കേണ്ടത്? സർവ മുസ്ലിമീങ്ങളും പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ആ ദൂതനിലൂടെ പൂർത്തിയാക്കിയതാണ് ഇസ്ലാം ദീൻ. അതിലൊരു നിയമങ്ങൾ ഒരാൾക്ക് കൂട്ടാനില്ല, കുറക്കാനും പാടില്ല. ആ കൂട്ടാനോ കുറക്കാനോ പാടില്ലാതെ പൂർത്തിയാക്കി തന്നുപോയ അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാമിൽ, ആ ദീനുൽ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി പഠിപ്പിച്ചതെന്താണെന്ന് സഹാബത്ത് പഠിപ്പിച്ചത്, ഒരു മുസ്ലിമിന്റെയും ഖബർ ഒരു ചാണിലപ്പുറം ഉയർത്തിക്കൂടാ. നിലത്ത് നിന്ന് പറ്റേ സമനിരപ്പാക്കാതെ, നമ്മൾ മുമ്പൊരിക്കൽ പ്രയോഗിച്ചിട്ടുണ്ട്, വാട്ടർ ലെവലിൽ ഇങ്ങനെ നിരപ്പാക്കലല്ല, അത് ഭൂമിയിൽ നിന്ന് ഖബറാണെന്ന് തിരിച്ചറിയപ്പെടുന്ന നിലക്ക് ഒരു ചാൺ ഉയർത്തലാണ് ഇസ്ലാമികമായ മര്യാദ. അതിലപ്പുറം ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതിലപ്പുറം അങ്ങനെ ഉയർത്തിയ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇസ്ലാമികമായ രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത് തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് വസിയ്യത്ത് കൊടുത്തിട്ടുണ്ട്. അതേ കാര്യം തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അബുൽ ഹയ്യാജുൽ അസദി റളിയല്ലാഹു തആല അൻഹുവിനോട് അതേ വസിയ്യത്ത് കൈമാറിയിട്ടുണ്ട്. അവിടേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല, കാരണം ഇവിടെ നമ്മൾ ആവർത്തിച്ചു പറഞ്ഞതാണ്, അതൊക്കെയും ഇവിടെ വിശദീകരിക്കപ്പെട്ടു പോയ കാര്യമാണ്. അതിനപ്പുറമുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി തന്നെ പഠിപ്പിച്ചതാണ്. ജൂതനസാറാക്കളുടെ സമ്പ്രദായമാണ് ഖബറുകളെ മസ്ജിദുകളാക്കുന്ന സമ്പ്രദായം, ആരാധനാലയങ്ങളാക്കുന്ന സമ്പ്രദായം. അവർക്ക് ഒരു പുണ്യാളന്നവരിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ബനൗവല ഖബരിഹി മസ്ജിദാ, അദ്ദേഹത്തിന്റെ ഖബറിന്മേൽ അവർ മസ്ജിദ് ഉണ്ടാക്കും, ആരാധനാ കേന്ദ്രമുണ്ടാക്കും. അങ്ങനെ അവിടെ ആരാധനകൾ നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒട്ടേറെ നിർദ്ദേശങ്ങളിൽ പല റിവായത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ഈ ആശയത്തെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് പറയാണ്, അലാ അറിയണേ ജനങ്ങളെ, ഇന്നി അൻഹാക്കും മൻ ദാലിക, ഞാൻ നിങ്ങളോട് അവരുടെ സമ്പ്രദായത്തെ പിന്തുടരുന്നതിൽ നിന്ന് ഞാൻ നിങ്ങളോട് വിരോധിക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ. ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഇതൊക്കെയാണ് ഇസ്ലാമികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുത്തെ വഫാത്തിന്റെ സന്ദർഭത്തിൽ പോലും ഭയപ്പെട്ടു, എന്റെ ഖബറെങ്ങാനും ആരാധനാ കേന്ദ്രമാകുമോ, എന്റെ ഖബർ ഒരു ആരാധിക്കപ്പെടുന്ന വസനാകുമോ, ബിംബമാകുമോ, വിഗ്രഹമാകുമോ? ആ നിലക്ക് എല്ലാ കാര്യങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം ഉണർത്തുന്ന നിലക്ക് പഠിപ്പിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആയിഷ ഉമ്മ ബീവി, നമ്മുടെ ഉമ്മയില്ലേ ആയിഷ റളിയല്ലാഹു അൻഹാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യ, അവര് പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായപ്പോ അതുകൊണ്ട് തന്നെ അതാ ഖബർ വെളിച്ചത്താക്കാതെ അവിടെ പ്രത്യേകമായ രൂപത്തിലുള്ള ഈ ഏതെങ്കിലും സമ്പ്രദായങ്ങൾ നടപ്പിലാക്കാൻ അവസരം കിട്ടാത്ത നിലക്ക് അതങ്ങ് ആ റൂമിന്റെ ഉള്ളിൽ ഭദ്രമാക്കപ്പെട്ടു. ഇതൊക്കെ വളരെ വിശദമായി നമ്മൾ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇനിയും അതിലേക്ക് ആവർത്തിക്കുന്നില്ല. ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ നിയമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ എങ്ങനെ കെട്ടിടത്തിന്റെ അകത്തായി എന്നത് ഓരോ പ്രസിദ്ധീകരണങ്ങൾ അടക്കം, ഈ വിഭാഗം അംഗീകരിക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ അടക്കം ഉദ്ധരിച്ചു പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി മദീനത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടല്ലോ നമ്മുടെ പുന്നാര നേതാവ്. ആ റസൂലുള്ളാഹിയുടെ ഖബർ പള്ളിയിലേക്ക് എന്നാ വന്നത്? അതെവിടെയായിരുന്നു മുമ്പ്? ആ ചരിത്രം ഒന്ന് ചുരുക്കി പറയട്ടെ. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത് ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ചാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള അവസരത്തിലാണ് റസൂൽ വഫാത്താകുന്നത്. അത് മസ്ജിദുൻ നബവിയുടെ തൊട്ടായിരുന്നു. ആയിഷ ബീവിയുടേതടക്കമുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഹുജറകൾ, അവരുടെ റൂമുകൾ
മദീനത്തെ പള്ളിയുടെ ഓരത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അത് പള്ളിയിലല്ല, പള്ളിക്ക് പുറത്തായിരുന്നു എന്നതിൽ തർക്കമില്ല. ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂല് വഫാത്തായപ്പോൾ ഒരു തർക്കം വന്നു. എവിടെയാണ് റസൂലുള്ളാഹിയുടെ മയ്യത്ത് മറമാടേണ്ടത്? പല അഭിപ്രായങ്ങൾ ഉണ്ടായി സഹാബിമാരുടെ കൂട്ടത്തിൽ. ശരിക്കും പഠിച്ചു വെക്കണം എന്റെ സഹോദരങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ഭൗതിക തിരുശരീരം എവിടെ അടക്കം ചെയ്യണം എന്നതിൽ തർക്കം വന്നപ്പോ, പല അഭിപ്രായങ്ങളും ഉള്ളപ്പോൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹബീബായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു, എന്ത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്പിയാക്കന്മാരുടെ ഖബർ എവിടെയാണോ വേണ്ടത് അവിടെയാണ് അവർ മരണപ്പെടുന്നത്. അപ്പൊ ഇവിടെ തന്നെയാണ് ഖബർ കുഴിക്കേണ്ടത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ വെച്ചാണ് വഫാത്തായത്. അവിടെ തന്നെ ഖബർ കുഴിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ശറഫാക്കപ്പെട്ട ഭൗതിക ശരീരം ആയിഷ ബീവിയുടെ വീട്ടിലാണ് അടക്കം ചെയ്തത്. അപ്പൊ അത് മദീനത്തെ പള്ളിയുടെ പുറത്തായിരുന്നു ആയിഷ ബീവിയുടെ ആ വീട്. അല്ലാതെ ഖബർ എടുത്തിട്ട് അതിന്റെ മേലെ റൂം ഉണ്ടാക്കിയതല്ല. അത് തന്നെ എന്തിനാ സുഹൃത്തുക്കളെ? അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ജൂത ക്രിസ്ത്യാനികളുടെ മേൽ ശാപമുണ്ടാകട്ടെ, അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഉമ്മത്ത് അത് ചെയ്യാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂല് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുമുണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദു, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കല്ലേ എന്ന് റസൂലുള്ളാഹി ദുആ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു അത് ഉത്തരം കൊടുത്തിട്ടുണ്ട്. ആ ദുആക്ക് ഫഅജാബ റബ്ബുൽ ആലമീന ദുആഅഹു ഫഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി. റസൂലുള്ളാഹിയുടെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് കൊടുത്തത്? എന്റെ ഖബർ ബിംബമാക്കരുത്. ഇന്ന് ലോകത്ത് ആരുടെയും ഖബർ തൊടാനും മുത്താനും സുജൂദ് ചെയ്യാനും ഒക്കെ സൗകര്യമുള്ള നിലക്ക് പല നിലക്കും പല ഖബറുകളും ബിംബങ്ങളാക്കി വെച്ചപ്പോ അഷ്റഫുൽ ഖൽഖിന്റെ ഖബർ അതാ കാണാൻ പോലും കഴിയാതെ 3 ഭാഗത്തു നിന്നും ചുമര് കൊണ്ട് പടുത്തുയർത്തിയിട്ട് വളരെ ബന്ധവശാക്കി വെച്ചിരിക്കുകയാണ്. ആർക്കും അതിന്റെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റില്ല, അത് തൊടാൻ പറ്റില്ല, അത് ചുംബിക്കാൻ പറ്റില്ല, അതിന്മേൽ സുജൂദ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയുടെ ഖബറിന് നൽകിയിരിക്കുന്നു. ഇനി സുഹൃത്തുക്കളെ ഞാൻ പറയട്ടെ, ആ ഖബർ മദീനത്തെ പള്ളിയിലേക്ക് വന്നത് പിന്നെ എങ്ങനെയാണ്? പുറത്തുണ്ടായിരുന്ന ഖബർ പിന്നെ എങ്ങനെ പള്ളിയിലെത്തി? ഞാൻ പറഞ്ഞല്ലോ, ആയിഷ ബീവിയുടെ വീട്ടിൽ ആ റസൂലുള്ളാഹി വഫാത്തായത് അവിടെയാണ് അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം ഖബറടക്കപ്പെട്ടത്. അത് പിന്നെ എങ്ങനെ വന്നു പള്ളിയിലേക്ക്? റസൂലുള്ളാഹിയുടെ കാലശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മസ്ജിദുൻ നബവി ഒന്ന് വിപുലീകരിച്ചു. വിപുലീകരിക്കുന്ന ഘട്ടത്തിൽ പലരും അഭിപ്രായം പറഞ്ഞു, എന്ത്? ആ റൂം കൂടി നമുക്ക് ഇങ്ങോട്ട് പള്ളിയിലേക്ക് കൊണ്ടുവന്നുകൂടെ എന്ന അഭിപ്രായം വന്നപ്പോ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതിന് തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞത് ലാ സബീല ഇലൈഹാ, അതിനിപ്പോ വഴിയില്ല, അതിനൊരു മാർഗവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ റൂം പള്ളിയിലേക്ക് ചേർത്തില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും വിപുലീകരണം നടന്നു. മസ്ജിദിന്റെ വിപുലീകരിച്ചപ്പോഴും ഈ ഖബർ പുറത്ത് തന്നെയാണ്. പിന്നീട് നിങ്ങൾ നോക്കൂ, ഈ 4 ഖലീഫമാരുടെയും മരണത്തിന് ശേഷം സ്വഹാബാ കിറാം മദീനത്ത് ജീവിച്ചിരിക്കുന്നവരൊറ്റ സ്വഹാബിയും ഇനി ബാക്കിയില്ല. എല്ലാ സ്വഹാബിമാരും വഫാത്തായി പോയതിന്റെ ശേഷം പിന്നീട് അമവി ഖലീഫമാരുടെ ഭരണം വന്നു. അബ്ദുൽ മലിക് ഇബ്നു മർവാനിന്റെ മരണം വന്നു. ആ അബ്ദുൽ മലിക്കിന്റെ കാലശേഷം അബ്ദുൽ മലിക്കിന്റെ മകനായ വലീദ് ഇബ്നു അബ്ദുൽ മലിക് ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോ വലീദ് ഇബ്നു അബ്ദുൽ മലിക് ഖിലാഫത്ത് ഏറ്റെടുത്തത് അദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ്? അബ്ദുൽ മലിക്കിന്റെ ഭരണകാലം 78ലാണ്. അബ്ദുൽ മലിക്കിന്റെ ഭരണകാലം 78ലാണ് സംഭവിച്ചത്. വലീദ് ഭരണമേൽക്കുന്നത് എന്നാ 86-ൽ. അപ്പൊ ബാപ്പ അബ്ദുൽ മലിക്കിന്റെ കാലവും കഴിഞ്ഞിട്ട് മകനായ വലീദ് ഭരണമേൽക്കുന്നത് 86-ലാണ്.
ഈ വലീദ് ഇബ്നു അബ്ദുൽ മലിക് മരിക്കുന്നതോ ഹിജ്റ 96